എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നാവിൽ വെള്ളം ഊറുന്ന ഒരു വിഭവമായ ചിക്കൻ അച്ചാറിന്റെ റെസിപ്പിയാണ്. ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി വിഭവമാണ്. അതെങ്ങനെ തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതിനായി ഏകദേശം 1 കിലോയ്ക്ക് അടുപ്പിച്ച് ബോൺലെസ് ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇത് നന്നായി ഒന്ന് കഴുകി എടുത്തിട്ട് 1 സ്പൂൺ വിനാഗിരി ഒഴിച്ചു കൊടുത്ത് ഇനി അതിലേക്ക് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് കഴുകാം. വിനാഗിരി ഒഴിച്ചു കൊടുക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ അത് ഇറച്ചിയുടെ സ്മെല്ല് മാറാൻ വേണ്ടിയിട്ടാണ്. കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് നമുക്ക് പിഴിഞ്ഞെടുക്കാം. ഇറച്ചിയിലെ വെള്ളം എല്ലാം പോകണം, എന്നിട്ട് മാത്രമേ അരപ്പ് ഇടാവൂ. അതിനായിട്ട് കുറച്ച് വെളുത്തുള്ളി, 1 കഷ്ണം ഇഞ്ചി, 2 പച്ചമുളക് ഇതൊന്ന് നന്നായിട്ടൊന്ന് അരച്ചുകൊണ്ട് വരാം. അപ്പോൾ ഇതൊന്ന് അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പേസ്റ്റ് ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. അതിനകത്തൊരു അരമുറി നാരങ്ങ പിഴിഞ്ഞൊഴിച്ച് കൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം. കുറച്ച് ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കുന്നത് കൊണ്ട് അതിന് നല്ലൊരു നിറം കിട്ടാൻ അല്പം കാശ്മീരി മുളക് ഞാനിവിടെ ചേർത്തിട്ടുണ്ട്. വെളിയിലൊക്കെ കൊടുത്തു വിടാനാണെങ്കിൽ കൂടുതൽ ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മൾ മുളക് പൊടി ഇട്ട് കൊടുക്കണ്ട. ബാക്കി മസാലകൾ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളകിൻ്റെ പേസ്റ്റും ഉപ്പും മാത്രം ചേർത്താൽ മതി. ഇനി അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതൊന്ന് അടച്ച് അരമണിക്കൂർ മാറ്റി വെക്കാം. അരമണിക്കൂർ കഴിഞ്ഞിട്ട് ചിക്കൻ വറക്കാനായിട്ട് ഞാനൊരു ചീനിച്ചട്ടി അടുപ്പയിൽ വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാൻ നല്ലെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത്. സൺഫ്ലവർ ഓയിലുള്ളവർക്ക് സൺഫ്ലവർ ഓയിൽ ഉപയോഗിക്കാം. വെളിച്ചെണ്ണ ഉപയോഗിക്കരുത്, അത് പെട്ടെന്ന് കനിച്ചു പോകും. ഇനി ചിക്കൻ വറക്കാനിടാം. ചിക്കൻ വറക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരുപാട് മൂപ്പിക്കരുത്. ഒരുപാട് മൂപ്പിച്ചാൽ അത് കല്ല് പോലെ ആവും. അതുകൊണ്ട് ഒരു മീഡിയം പരുവത്തിൽ മൂപ്പിച്ചെടുക്കുക. ഇനി അതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അതുകൊണ്ട് ഒരു മീഡിയം പരുവത്തിൽ മൂത്ത് കിട്ടിയിട്ടുണ്ട്. ചെറിയൊരു ബ്രൗൺ കളറാകുമ്പോൾ അത് കോരുക. ഈ ചിക്കൻ വറുത്ത എണ്ണ അതിൻ്റെ അടിമട്ട് കളഞ്ഞിട്ട് അത് ഊറ്റിയെടുത്ത് രണ്ടാമത് ഞാൻ ആ ചീനിച്ചട്ടിക്കകത്ത് ഒഴിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം, ഇഞ്ചി ഇട്ട് കൊടുക്കാം, കറിവേപ്പില ഇട്ട് കൊടുക്കാം. നല്ലതായിട്ടൊന്ന് മൂപ്പിക്കാം. ഒരുപാട് മൂത്ത് പോകരുത്. ഈ ഒരു പരുവാകുമ്പോൾ നമുക്കതിനകത്ത് ഇച്ചിരി കായംപൊടി ഇട്ട് കൊടുക്കാം. ഒരു 4 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇനി ആ സ്റ്റൗ അങ്ങ് ഓഫ് ചെയ്യണം. ഓഫ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഒരു 4 സ്പൂൺ വിനാഗിരി നമുക്കിതിലേക്ക് ഒഴിക്കാം. അതിനാവശ്യമായ ഉപ്പിട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി അതിലേക്ക് നമ്മൾ വറുത്ത് വെച്ച് ചിക്കൻ ഇട്ട് കൊടുക്കുക. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ നല്ലൊരു ചിക്കൻ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അടുത്ത വീഡിയോയുമായി നമുക്ക് കാണാം.